അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയായപ്പോൾ നമ്മൾ പിന്നെയും പറമ്പിലേക്ക് വന്നു. പറമ്പിൽ വന്ന് പൂരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് വന്നാൽ നല്ല തിരക്ക് കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ബജ്ജിയും ചായയൊക്കെ കഴിച്ച്, ബജ്ജിയൊക്കെ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ. ഇപ്പോൾ പിന്നെ പറമ്പിലൊക്കെ നടന്ന് സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. നമ്മളങ്ങനെ കടയിലൊക്കെ കയറി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് നടന്ന് എല്ലാം കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ വരാനായിട്ട് പറ്റിയിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കടകളിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പൂരം കഴിയുന്ന സമയമായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും, നമുക്ക് അടുക്കാൻ പോലും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. ഇപ്പോൾ ഈ കാണിക്കുന്ന ഭാഗം പുലർച്ചെ പൂരത്തിൻ്റെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു 4:30 ആയപ്പോൾ, പുലർച്ചെ 4:30 ആയപ്പോൾ നമ്മൾ പിന്നെ പൂരം കാണാനായിട്ട് വന്നു. അതിന് മുമ്പേ ദേശപൂരങ്ങളൊക്കെ ഒരു 12 മണി കഴിഞ്ഞ സമയത്തൊക്കെ ദേശപൂരങ്ങളൊക്കെ എഴുന്നള്ളിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വന്നതൊരു 4:30 ആയപ്പോഴാണ്. വന്ന സമയത്ത് ഓരോരോ ദേശപൂരങ്ങളായിട്ട് ഇതേ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പൂരങ്ങളൊക്കെ അവിടെ നിരന്നിട്ടുണ്ടായിരുന്നു. പുലർച്ചെ പൂരത്തിന് പൊതുവെ തിരക്ക് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ കൂട്ടിയെഴുന്നള്ളിപ്പൊക്കെ തുടങ്ങിയ സമയത്ത് അടുത്ത് ചെന്ന് നിന്ന് കാണാനായിട്ട് പറ്റും. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിന്ന് കാല് കഴിച്ചപ്പോഴാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെ അവിടെ നിന്ന് പോയി ഞങ്ങൾ ഒരിക്കൽ പോയി ഇരുന്നു. അപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ അടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റി കേട്ടോ. നമ്മൾ വന്നതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം കുറച്ച് ദേശപൂരങ്ങളൊക്കെ എത്തി നിരന്നിട്ടുണ്ട്. ഇനിയും കുറേ പൂരങ്ങൾ വരാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടിയെഴുന്നള്ളിപ്പ് തുടങ്ങും. 7:30 വരെ പൂരമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്കലാശം കഴിഞ്ഞ് നമ്മൾ ആറാട്ടിന് പോവും. കൂട്ടിയെഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ട്. പൂരങ്ങളെത്തി കഴിഞ്ഞപ്പോൾ കുട്ടിയെഴുന്നള്ളിപ്പ് നമ്മൾ അടുത്ത് തന്നെ നിന്ന് തുടങ്ങുന്ന സമയത്ത് അടുത്ത് തന്നെ നിന്ന് കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. അത് കുറച്ച് നേരം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുട്ടിയെഴുന്നള്ളിപ്പ് കണ്ടു. കാല് കഴിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ നൈസായിട്ട് വലിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം വെളുത്തിട്ടുള്ള ഭാഗങ്ങളാണ്, നന്നായി വെളുത്തിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നോക്കണേ. ഒരു 7:30 ആയപ്പോൾ പൂരം അവസാനിച്ചു. അത് കഴിഞ്ഞ് ആറാട്ടിന് പോയി. ഭഗവതിനെ തിടമ്പെടുക്കുന്ന ആന ആറാട്ടിന് പോയി. ആ ഭാഗമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ആറാട്ടിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആ ഭാഗമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ പൂരം കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് മേടിക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ. അതേപോലെ ഇത് പൂരം കഴിഞ്ഞ് ഓരോരോ ആനകൾ ദേവീനെ വന്ന് തൊഴുത് മടങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് അത് കഴിഞ്ഞ് നമ്മളവിടെ കടയിൽ പോയി അലുവ പൊരി അങ്ങനെ എന്തൊക്കെയാണ് മേടിക്കാനുള്ളതെന്ന് വെച്ചാൽ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ആറാട്ടിന് പോകാൻ നിന്നില്ല, കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് പോയില്ല. അപ്പം അങ്ങനെ ഈ കൊല്ലത്തെ പൂരം അവസാനിച്ചു. ഇനി അടുത്ത കൊല്ലത്തെ പൂരത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്.